നമ്മുടെ അടുക്കളയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരമാണ് സവാള. നാടൻ വിഭവങ്ങൾക്കെല്ലാം രുചിയും മണവും നൽകുന്നതിൽ സവാളയ്ക്ക് മുഖ്യ സ്ഥാനമുണ്ട്. എന്നാൽ ഈ സവാള വാങ്ങിക്കുമ്പോഴോ അടുക്കളയിൽ കുറച്ച് ദിവസങ്ങൾ സൂക്ഷിക്കുമ്പോഴോ അതിന്റെ പുറംതോലിലും ചിലപ്പോൾ ഉള്ളിലും കാണുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കണം. കാരണം വഴുവഴുപ്പ്, കറുത്ത പാടുകൾ അല്ലെങ്കിൽ മണവ്യത്യാസം ഇവയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. സവാളയുടെ പുറംതോലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറുത്ത പൊടി പോലുള്ള പാടുകൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് അഴുക്കാണ്. നന്നായി കഴുകിയാൽ മാറുമെന്ന ധാരണയിൽ കഴുകി ഉപയോഗിക്കാറാണ് പതിവ്. എന്നാൽ ഈ കറുത്ത പാടുകൾ യഥാർത്ഥത്തിൽ ഒരു തരം പൂപ്പലാണ്. അതാണ് ആസ്പെർജില്ലസ് നൈഗർ. കൂടുതലായി മണ്ണിൽ കാണപ്പെടുന്ന ഈ ഫംഗസ് ചെടികളെ ബാധിക്കുമ്പോഴാണ് സവാളയിൽ കറുത്ത പൊടി പോലെ കാണപ്പെടുന്നത്. അതായത് വിളകൾക്ക് വായുസഞ്ചാരം കുറവുള്ളതും ഈർപ്പം കൂടുതലുള്ളതുമായ ഇടങ്ങൾ സൂക്ഷിക്കുമ്പോഴാണ് ഈ പൂപ്പൽ പെരുകുന്നത്. അതേസമയം മുന്തിരി, നിലക്കടല തുടങ്ങിയ മറ്റ് വിളകളിലും ഇത്തരം പാടുകൾ കാണപ്പെടാറുണ്ട്. ചെറിയ തോതിലുള്ള ഈ പൂപ്പൽ പൊതുവെ അപകടകാരിയല്ലെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരിലും ഇത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ ഇനി സവാളയുടെ പുറംതോലിൽ ചെറിയ തോതിൽ പൂപ്പൽ കാണുകയാണെങ്കിൽ സവാളയുടെ തൊലി കളഞ്ഞ ശേഷം നന്നായി കഴുകി മാത്രം ഉപയോഗിക്കൂ. കൂടാതെ കറുത്ത പാടുകൾ പൂർണ്ണമായും കഴുകി നീക്കം ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ പൂപ്പൽ ഉള്ളിലേക്ക് വ്യാപിക്കുകയോ അകത്ത് അഴുകൽ, വഴുവഴുപ്പ് അല്ലെങ്കിൽ മണവ്യത്യാസം എന്നിവ കാണപ്പെടുകയാണെങ്കിൽ ഈ സവാള പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം ഇതിലെ സൂക്ഷ്മാണുക്കൾക്ക് പാചകം ചെയ്യുന്നതനുസരിച്ച് വിഷാംശമുള്ള ടോക്സിൻസ് സൃഷ്ടിക്കാൻ കഴിയും. ചില വ്യക്തികളിൽ ഈ പൂപ്പലിന്റെ സാന്നിധ്യം കാരണം ഛർദി, ഓക്കാനം, തലവേദന, വയറുവേദന, ഫംഗസ് അണുബാധ അല്ലെങ്കിൽ അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇത് നിസ്സാരമാണെന്ന് കരുതി പലരും ഇത് കാര്യമായി എടുക്കാറില്ല. അതിനാൽ ഇനി ഇത്തരം സവാള ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും അത് പൂർണ്ണമായും കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. സവാളയിൽ പൂപ്പൽ രൂപപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്നത് താപനിലയിലെ മാറ്റവും ഈർപ്പവുമാണ്. അതിനാൽ സവാള സൂക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സവാള എപ്പോഴും വായുസഞ്ചാരമുള്ളതും ഈർപ്പമല്ലാത്തതുമായ സ്ഥലങ്ങളിൽ മാത്രം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. കൂടാതെ സവാള സൂക്ഷിക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. സമാനമായ പാടുകൾ കണ്ടാൽ അത് സ്റ്റാച്ചി ബോട്രിക്സ് ചാട്ടറം എന്ന മറ്റൊരു തരം പൂപ്പലാണ്. അതിനാൽ ഫ്രിഡ്ജ് ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നത് ഈ പൂപ്പൽ വളരുന്നത് തടയാൻ സഹായിക്കും. അതേസമയം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും സവാളയുടെ ആരോഗ്യ ഗുണങ്ങളെ തള്ളിക്കളയാനാവില്ല. കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, സെലീനിയം, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ സവാളയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സൾഫറിന്റെയും ക്വെർസെറ്റിന്റെയും സാന്നിധ്യമാണ് കൂടുതൽ ഔഷധ ഗുണം നൽകുന്നത്. കൂടാതെ ഭക്ഷണത്തിന് ശേഷം സവാള കഴിക്കുന്നത് ദഹനത്തിനും അതുപോലെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഹോട്ടലുകളിൽ വിനെഗറിൽ ഇട്ടുവെച്ച് സവാള നൽകുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വയറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ്. കൂടാതെ മുടി സംരക്ഷണത്തിനും സവാളയുടെ നീര് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. അതേസമയം നമ്മുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാർ നമ്മൾ തന്നെയാണ്. അതിനാൽ സവാള ഉപയോഗിക്കുന്നതിന് മുൻപ് അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. തൊലിക്കളഞ്ഞ് നന്നായി കഴുകി യാതൊരുവിധ അഴുക്കലുകളോ പൂപ്പലുകളോ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.